ആദ്യമായിട്ട് യുദ്ധൈക്കൻ പൃഥ്വിരാജിൻ്റെ വോയിസ്. എന്ന് നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിലെ പൃഥ്വിരാജിൻ്റെ വോയിസ്. ഇനി ഈ പുഴയുടെ കര പിടിച്ച് നടന്ന അങ്ങ് അറബിക്കടല, അതിന് എത്ര കിടവത്ത് ഏത് തോണിക്കാരൻ കുത്തി നിർത്തിയെന്ന് പറഞ്ഞാലും എരുവഴിഞ്ഞപ്പോൾ അറബിക്കടൽ എത്തുകയാണ് ചെയ്യും. എരുവഴിഞ്ഞ അറബിക്കടലുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളത്. ഇത് മൊയ്തീൻ്റെ വാക്കാണ്. വാക്കാണ് ഏറ്റവും വലിയ സത്യം. സാഹിബ് ഉണ്ടാക്കിയതൊന്നും എനിക്ക് വേണം. വെല്യം വരെ പറ്റാത്ത മണ്ണോ പൊന്നോ ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. പക്ഷേ സാഹിബിൻ്റെ മയ്യത്ത് കെട്ടിലൊരറ്റം അത് ഈ തോളത്ത് തന്നെ ആയിരിക്കും. കാരണം മൊയ്തീൻ ബാപ്പ എന്ന് ഒരാളെ വിളിച്ചിട്ടുള്ളൂ. ഓ ബ്രില്യന്റ്, ഗംഭീരായി. നമ്മളെ തുടക്കം പൊളിച്ചു. അപ്പൊ ഇനി എന്താണ് അടുത്തത്? ജയറാമേട്ടന്റെ വോയിസ് ആണ്. അദ്ദേഹത്തിന്റെ പഴയകാല ചിത്രങ്ങളിൽ എല്ലാവർക്കും പരിചിതമായ ഒരു വോയിസ് ചെയ്യാം. അയ്യോ എന്റെ പൊന്നോ, ഇത് ആരൊക്കെ വന്നിരിക്കുന്നത്? അമ്മാവാ ചിരിപ്പിക്കല്ലേ. എന്നും കോളേജിലേക്കല്ലേ പോകുന്നത്? ഇന്നൊരു ചേഞ്ച് ആവാം, ഐസ്ക്രീം പാർലറിൽ പോകാം, സിനിമ കാണാൻ പോകാം. അയ്യോ അങ്ങനെ പോകല്ലേ, ഇങ്ങനെ പോ, ശാപം. നല്ലായിരുന്നു അനു. ഇനി എന്താണ് അടുത്തതായിട്ട് യുദ്ധൈക്കൻ ദുൽഖർ സൽമാൻ, മകൻ ദുൽഖർ സൽമാന്റെ വോയിസ്. മനോജ് സാർ മഹാരാജക്കുള്ള പഴയ KCB-കാരനായിരുന്നു. അന്നത്തെ SFI പിള്ളേർ ഇടി അവസാനത്തേതാണ് കരുതൽ. ബസ്സിന് കല്ലെറിഞ്ഞും പോസ്റ്റർ അടിഞ്ഞ് നടക്കുന്ന ഒരുപാട് പിള്ളേരാണ് നമ്മുടെ നാട്ടിൽ. കയ്യിലൊരൊറ്റ പൈസ കാണത്തില്ല, പക്ഷെ അവരൊരിക്കലും ചതിക്കില്ല, വഴിയിലിട്ടേച്ച് പോകത്തുമില്ല. സാർ ആ വെരി കുര്യൻ. ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ. ദുൽഖർ ഇവിടെ വന്ന് നിന്നൊരു ഫീലായിരുന്നു കേട്ടോ. തമിഴകത്തെ താരങ്ങൾ സൂപ്പർ താരങ്ങളെയാണ് ചെയ്യുന്നത്. ആദ്യമായി ഇളയ തളപതി വിജയുടെ അദ്ദേഹത്തിന്റെ തെറി എന്ന ചിത്രത്തിലെ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ how I wonder what you are. வருமானமாமல்ல, நீ வில்லத்தனம் பண்ணணும்னா உனக்கு 4 அடியாளங்க வேணும், 2 அள்ள கைங்க. ஆனா எனக்கு இது எதுவுமே தேவையில்லை. உன்னை சிங்கிளாவே சீரியஸ் ஆகிட்டு போயின்னு அப்படி துப்பாக்கி எடுத்து டப்புன்னு சுட்டு சொல்லிட்டு யார சுட்டு நானே தனி இப்படி அமைச்சு தேடிக்கிட்டு இருப்பேன். எனக்கு நிறைய வேலை இருக்குது. உன்னை விட புரிய வில்லங்கள் இருக்காங்க. അടുത്ത സൂപ്പർ താരം അഞ്ജാൻ സൂര്യ. சிறதா வேடு சத்த கேட்ட உடனே வயது பறக்கிறது நாடா புறாண்ட ரசியா நின்று தானமா இறைய தூக்கிட்டு போற கழுகுடா. நீ சவுடாலும் தாண்டா முடிவு பண்ணோம், நான் சவுடாலும் தாண்டா முடிவு பண்ணோம். நீ நிதானமா இல்ல, ஓ கால் தரல படல, நிதானமா இல்ல, அப்புறம் வந்து சொல். ബ്രില്യന്റ്, ഒരു രക്ഷയില്ലായിരുന്നു. കഴിഞ്ഞോ? ഇനി തമിഴകത്തെ സൂപ്പർ താരം அஜித் குமார். അദ്ദേഹത്തിന്റെ വോയിസ്. ரொம்ப சந்தோஷமா இருக்கு, ரொம்ப பெருமையா இருக்கு. நான் அன்னைக்கே சொன்னேன்ல, உட்காந்து வேலை வாங்குறவனுக்கும் தன்னை ஒரு பனை வச்சு வேலை செய்யணுக்கும் ரொம்ப வித்தியாசம் இருக்கும். என்ன நான் சொல்றது, தெறிக்க விடலாமா? താങ്ക് യു. അടുത്തതായിട്ട് 4 സിനിമാ താരങ്ങൾ ചേർന്ന ഒരു സ്പോട്ട് ഡബാണ് സിനിമയിലെ ഒരു സീക്വൻസ്. അമർ അക്ബർ അന്തോണി എന്ന ചിത്രത്തിൽ സീൻ ഇവിടെ പ്ലേ ചെയ്യും. അപ്പോൾ 4 പേരുടെയും ശബ്ദം സ്പോട്ട് ഡബിംഗ് ചെയ്യാം. ഓ വെരി ഗുഡ്. ഓക്കേ ശരി നോക്കാം. അച്ഛാ, എങ്ങനെയുണ്ട് നഴ്സുമാരൊക്കെ? 1-2 കൊല്ലാം. ഇത്രയും സൗകര്യമുള്ള മുറിയെ കിട്ടിയല്ല, വല്ല വാർഡിലെങ്ങനെ കിടന്നാൽ പോരായിരുന്ന? ഇവിടെ ആവുമ്പോൾ TV ഉണ്ടല്ലോ. ഇന്നാണ് നൊമ്പരത്തിലെ ദീപ്തിയുടെ പ്രസവം.
കൊച്ചിൻ്റെ അച്ഛൻ രമേശനാണോ ബാബുവാണോ നിന്നറിയാൻ. ഇതാണോ ദീപ്തി? ഞാൻ എന്തോണി. ഷർട്ട് ഈ ഷർട്ടോ? നിന്നോട് ഞാൻ ആ പച്ചക്കോളറിൽ ചുവന്നുമുത്ത് പിടിപ്പിച്ച പാർട്ടി വെയർ എടുക്കാനല്ലേ പറഞ്ഞത്? കളമതി പച്ചക്കോളർ ചുവന്നുമുട്ട ഇത്രയില്ലാത്ത പെമ്പിള്ളേരെ കണ്ടിട്ടാ കിളവൻ്റെ ഇളക്കം. എടാ നിന്റെ അച്ഛനല്ലാതെ വേറെ ഏതെങ്കിലും മനുഷ്യൻ്റെ ആശുപത്രിയിൽ പാർട്ടി പേര് ഇടൂടാ? എന്താ ഇങ്ങനെ? എൻ്റെ അമ്മയുടെ ഐസിലുണ്ട്, ക്രിട്ടിക്കല, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളാൻ പറഞ്ഞു. സോറി അളിയ, ഇതിലും ഭേദം നിന്റെ അച്ഛനാ.